എന്താ ഇത് തുള്ളിക്കളിക്കുന്ന ബട്ടർഫ്ലൈയോ? അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ നമുക്കൊന്ന് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിന് കളർ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് ഞാനിവിടെ ബ്ലാക്ക് കളർ ഔട്ട്ലൈനും അകത്ത് ഓറഞ്ച് കളറാട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പാറ്റേൺസ് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ലൈൻ വരച്ചാൽ പാറ്റേൺസ് റെഡിയായി. ഇനി ഇതിൻ്റെ ഓരോ വിങ്സും നമുക്ക് ഓരോ പീസാക്കണം. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 പീസസ് കിട്ടും. ഇനി ഒരു പിൻ എടുക്കുക. അതിൻ്റെ ലൂപ്പ് വരുന്ന പോർഷൻ നമുക്ക് മുകളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് ടൈ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ സെക്യൂർ ചെയ്യാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് പിന്നിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തോട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു പേപ്പർ ക്ലിപ്പ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് പേപ്പർ ക്ലിപ്പിനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലൊരു ലൂപ്പ് വരുന്ന രീതിക്ക് നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പേപ്പർ ക്ലിപ്പിനെ നമ്മൾ നേരത്തെ എടുത്ത റബ്ബർ ബാൻഡിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ വിങ്സും ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഇപ്പോൾ സെലോ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 ആ പേപ്പർ ക്ലിപ്പിലും ബാക്കി 2 താഴത്തെ പോർഷനിലെ 2 വിങ്സ് നമ്മൾ പിന്നിലോട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ അതിനാദ്യം ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തുള്ളിക്കളിക്കുന്ന ബട്ടർഫ്ലൈ റെഡി ആയല്ലോ. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.